നല്ല ക്യാമറയാണ്. പുതിയതായിട്ട് മേടിച്ച ഉത്സവമായിട്ട് വാങ്ങിച്ചാ ഇല്ലേ? ഉദ്ഘാടനം ഫസ്റ്റ് ഉദ്ഘാടനം. ആര്യപ്പേറ്റിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിലേക്ക് കോട്ടയം കോവിലകം സ്വാമിജിയും അതുപോലെ തന്നെ ഒരു നാഗസന്യാസിനിയാണ് ആദ്യത്തെ ദീപം ഉദ്ഘാടനം ചെയ്യുന്നത്. ആര്യപ്പേറ്റിന്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നടക്കാൻ പോവുകയാണ്.
കോട്ടയിൽ കോവിലത്തെ ഗുരുസ്വാമി ആദ്യത്തെ ദീപം തെളിയിച്ചിരിക്കുകയാണ്. അടുത്തതായി അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർമാരായ ഡോക്ടർ ജിനിൽ കുമാർ, ഡോക്ടർ സന്ദീപ് എന്നിവർ ദീപം തെളിക്കുന്നു. അടുത്തായി നമ്മുടെ പ്രിയങ്കരായ പ്രസിഡന്റ് ശ്രീ എൻ സുഗതൻ അവർ ദീപം തെളിക്കുന്നു. അടുത്തത് സെക്രട്ടറി ദീപം തെളിക്കുന്നു. അടുത്ത നമ്മുടെ മേൽശാന്തി ദീപം തെളിക്കുന്നു. വീഡിയോ ഫോട്ടോ എടുത്തിട്ടില്ല.
കർമ്മം നിർവഹിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുന്നത് ഡോക്ടർ സന്ദീപാണ്. അദ്ദേഹം അമൃത ഹോസ്പിറ്റലിലെ പ്രൊഫസർ കൂടിയാണ്. അദ്ദേഹത്തെ 2 വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. സരസ്വതി സ്വാമികൾ, മാറ്റി സ്വാമികൾ, എൻ്റെ കവല ആശാനായ വിജയൻ ആശാൻ, ബാക്കി ഇന്ന് ഇവിടെ വരാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായി ഇവിടെ വരാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറെ 7-8 വർഷം മുമ്പ് ഈ കളരിയിൽ വന്ന് ആശാന്റെ കയ്യിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ജില്ലയിലെല്ലാം ഞങ്ങൾ കുട്ടികളും ഭാര്യമാരും എല്ലാവരും ഇവിടെ വന്ന് കളരിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് കുറെ മാസങ്ങൾ നമ്മൾ കളരിയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ മാസങ്ങൾ ചെയ്ത സമയത്ത് നമുക്ക് അറിയാമായിരുന്നു അത്രയും ഗുണകരമായിട്ടുള്ള ഒരു പ്രവൃത്തി വേറെ ഉണ്ടാവില്ല. അത്രയും നന്നായിട്ട് ഞങ്ങളുടെ വീടും മനസ്സും ഒരുമിച്ച് നന്നാവാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കളരിയിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ ആശാൻ ക്ഷണിച്ച സമയത്ത് ദീപം കഴിക്കാൻ ക്ഷണിച്ച സമയത്ത് ഞങ്ങൾക്ക് അതിയായ സന്തോഷം ഉണ്ടായിരുന്നു വരാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം ഈ പ്രാവശ്യം നമ്മൾ സ്റ്റേറ്റ് ലെവൽ കളരി ചാമ്പ്യന്മാരായിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം എത്രമാത്രം വേഗങ്ങളിലാണ് നമ്മൾ ഉള്ളത്. പ്രോബ്ലി അടുത്ത് നമുക്ക് നാഷണൽ ഇന്റർനാഷണൽ ലെവലിൽ സ്ഥലങ്ങളിലെല്ലാം വിസിറ്റ് ചെയ്തിട്ട് കളരി പ്രദർശിപ്പിക്കാനെല്ലാം കഴിയട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം. വളരെ നന്ദി ഡോക്ടർ സന്ദീപ്. നമ്മൾ കൂടുതൽ സമയം എടുക്കാതെ നേരിട്ട് പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. കാരണം ഇതിന് ശേഷം വീണ്ടും ഒരുപാട് പരിപാടികളുണ്ട്. അതുകൊണ്ട് കളരിപ്പയറ്റ് ഇവിടെ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുകയാണ്. ആദ്യമായി ഇവിടെ നടക്കാൻ പോകുന്നത് തൊഴുതെടുപ്പാണ്. കളരിയുടെ പാരമ്പര്യമായ ഒരു രീതിയാണ് തൊഴുതെടുപ്പ്. കളരിയെ ബഹുമാനിച്ചുകൊണ്ട്, കളരിയിലെ ഗുരുക്കന്മാരെ ബഹുമാനിച്ചുകൊണ്ട്, കളരിയിലെ ദേവതകളെ മുഴുവൻ ബഹുമാനിച്ചുകൊണ്ട് അവർ വണങ്ങിയതിനു ശേഷമാണ് കളരി ആരംഭിക്കുന്നത്. അതിനുശേഷം കളരി അഭ്യാസ പരിശീലനങ്ങൾ തുടങ്ങി അത് അവസാനിക്കുമ്പോൾ വീണ്ടും കളരി തൊഴുത് ഇറങ്ങുന്ന രീതിയാണ് പാരമ്പര്യമായി കളരിയിലുള്ളത്. അതുപോലെ തന്നെ ആ തൊഴുതെടുപ്പ് എന്ന് പറയുന്നത് ഓരോ കുട്ടികളുടെയും ഉള്ളിലുള്ള ഈഗോ മാറ്റാനും കൂടി ഉള്ളതാണ്. സാധാരണ കുട്ടികള് അച്ഛനമ്മമാരെ ബഹുമാനിക്കാതെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന ഈ രീതി തൊഴുതെടുപ്പതിന് ശേഷം അവിടെയുള്ള കളരി ഗുരുക്കളെ കൂടി പാദ നമസ്കാരം ചെയ്തുകൊണ്ടിട്ടാണ് ഓരോ കുട്ടികളും കളരി എത്തിക്കുന്നത്. അവിടെ അതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ കുട്ടികളുടെയും നെഗറ്റീവ് എനർജി ആ ഗുരുനാഥന്റെ പാദങ്ങളിൽ ഇവിടെ നിർത്താവുകയും ഓരോ കുട്ടിയുടെയും നെഗറ്റീവ് എനർജി അവിടെ തീരുകയും ഗുരുവിൽ നിന്നുണ്ടാകുന്ന, ഗുരു ജപിച്ചുണ്ടാകുന്ന ആ പോസിറ്റീവ് എനർജി ഓരോ കുട്ടികൾക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇതിന്റെ ശാസ്ത്രവശമാണെങ്കിൽ മറ്റൊരു മാനസിക വശം കൂടിയുണ്ട്. കുട്ടികളൊക്കെ അച്ഛനമ്മമാരെ പാദം നമസ്കരിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇനി വരേണ്ടത്. അതിന്റെ കൂടി ഒരു സങ്കല്പമാണത്. പഴയ കാലഘട്ടത്തിലെ അച്ഛനമ്മമാരെ പാദം നമസ്കരിച്ചിട്ടായിരിക്കും കുട്ടികൾ ഓരോ കാര്യങ്ങൾക്കും പോയിരുന്നത്. ഇത് ചില സ്കൂളുകളിൽ മാത്രമേ അതുള്ളൂ. അത് ഭാരതത്തിന്റെ ഒരു
മുന്നോട്ടുള്ള പ്രയാണം കണ്ടു വരുമ്പോൾ മനസ്സിലാകുന്നത് അത് തിരിച്ചു വരാൻ പോകുന്നു എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത്. ഇന്ന് സാധാരണക്കാരെല്ലാവരും അച്ഛനന്മാരുടെ പാദം നമസ്കരിക്കുന്നത് വിവാഹ സമയത്ത് മാത്രമാണ്. അപ്പൊ പുതിയൊരു യുഗത്തുറവിന്റെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. കളരിയിൽ വന്ന് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികള് പതുക്കെ പതുക്കെ അവരുടെ അച്ഛനമ്മമാരെ, മൂത്ത ആൾക്കാരെ, ഗുരുക്കന്മാരെ ഒക്കെ ബഹുമാനിക്കുന്ന ഒരു സമ്പ്രദായം കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കളരിയുടെ തൊഴുതെടുപ്പ് ആരംഭിക്കാൻ പോകുന്നു. ശർമ്മ അതേതുമായി എന്റേതുമാണ്. ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് കാൽ സാധകം എന്നൊരു ഐറ്റമാണ്. ഈ കാൽ സാധകം കുട്ടികൾ ചെയ്യുമ്പോൾ അവരുടെ ശാരീരികമായിട്ടുള്ള ശക്തി വളരെ ഉയർന്ന നിലയിലേക്ക് എത്തിച്ചേരും. നമ്മുടെ ഒരു ദിവസത്തെ രാവിലെ എഴുന്നേറ്റ് വന്ന് കളരി പരിശീലിക്കുന്ന കുട്ടികള് കാൽ സാധകം ചെയ്യുമ്പോൾ അവരുടെ എല്ലാ നെഗറ്റീവ്സും കളരിയിൽ അപ്പൊ തന്നെ ഇല്ലാതെയാകും. അതുപോലെ തന്നെ ശക്തമായ രണ്ട് കാലുകളായിരിക്കും അതുണ്ടാകുക. കാൽ സാധകം ചെയ്തിരിക്കാൻ നമ്മളൊരു മനുഷ്യനെ നിലനിർത്തുന്നത് അവന്റെ രണ്ട് കാലുകളാണല്ലോ. ഈ കാലുകളുടെ ആരോഗ്യം അത് വളരെ പ്രധാനമാണ്. ഇന്ന് എല്ലാവർക്കും മുട്ടുവേദന, കാലുവേദന, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളാണുള്ളത്. ഈ കളി പരിശീലിക്കുന്ന കുട്ടികൾക്ക് ഈ പറഞ്ഞ അസുഖമൊന്നും ഉണ്ടാവില്ല. അതിശക്തമായ കാലിനുടമായി തീരുന്നു. കാൽസാധകം ആരംഭിക്കുന്നു. ആറ് കഴിഞ്ഞ് അടുത്തത് വലത്ത് പുറങ്കാൽ എന്നൊരു ഐറ്റമാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അരക്കെട്ടിലെ കൊഴുപ്പുകളെല്ലാം ഇല്ലാതായി ശരീരത്തിന് നല്ലൊരു ശക്തമായ ഒരു വ്യായാമം കൂടിയാണ്. നമ്മള് പണ്ട് പത്രത്തിൽ വായിച്ചൊരു വാർത്ത ഇപ്പോൾ ഓർത്തു പോവുകയാണ്. രാജീവ് ഗാന്ധി വധക്കേസിലെ അന്ന് അദ്ദേഹത്തെ ആക്രമിച്ച സ്ത്രീകളെ എല്ലാം പരിശോധിച്ചപ്പോ ഒരു കാര്യം ലോകം ഞെട്ടലോടെയാണ് കണ്ടത്. കാരണം ആ പെൺപുലികൾ അവരുടെ കാലിനൊക്കെ അത്ഭുതകരമായ ശക്തിയായിരുന്നു. ഓരോ ആർമിക്കാരനെ, ശ്രീലങ്കൻ ആർമിക്കാരൻ മുഴുവനും കാലുകൊണ്ടാണ് ഇവരെ തൊഴിച്ച് തീർപ്പിച്ച് കളയുന്നത്. ഓരോ സ്ത്രീകളുടെയും കടങ്കാൽ മുതൽ തുടർന്ന് ഉൾപ്പെടെ അതിശക്തമായ ദേശീയബലമായിരുന്നു.
അവരെ പിന്നീടാണ് പരിശോധിച്ചത്. ശ്രീലങ്കയിലെ കാടുകളിലും മലകളിൽ നിന്ന് അവര് കളരിപ്പയറ്റിന്റെ കാൽസാധാരണമാണ് പരിശീലിച്ചുകൊണ്ടിരുന്നത്. അതാണ് കൂടെ നടക്കാൻ പോകുന്നത്. വലത്ത് പുറംകാൽ എന്നൊരു സംഭവമാണ് നമുക്കിവിടെ കാണാം. ചേർന്ന് മാറി തന്നെ അടുത്തത് വലത്തുനേരെ ഇരുത്തി എന്നൊരു കാൽസാധകമാണ്. ഇതിന്റെ ഒരു പ്രത്യേകത ശരീരത്തിന്റെ വഴക്കമാണ്. നട്ടെല്ലുൾപ്പെടെയുള്ള ഭാഗങ്ങള് ബലവത്താക്കുകയും ഒപ്പം നമ്മുടെ ശ്വാസകോശങ്ങൾക്ക് ബലമേകുകയും ചെയ്യുന്ന ഒരു വ്യായാമമാണ് വലത്തുനേരെ ഇരുത്തി എന്ന സംഭവം. ഇന്ന് പല അമ്മമാരും തറയിൽ ഇരുന്നിട്ട് എഴുന്നേൽക്കുന്നത് രണ്ട് കാലം രണ്ട് കൈ കുത്തിയാണ് എഴുന്നേൽക്കുന്നത്. ഈ ചിലപ്പോൾ കാണുന്നത് ഇത് പരിശീലിക്കുന്ന ആൾക്കാർക്ക് വളരെ നിഷ്പ്രയാസമായി കാര്യം എഴുന്നേക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് വലത്തുനേരെ ഇരുത്തി എന്ന സംഭവം കാണാം. അടുത്ത കാൽസാധനങ്ങളിൽ വലത്ത് പുറങ്കാൽ എടുത്തിരുത്തി എന്നൊരു പ്രയോഗമാണ്. ഇത് സാധാരണ അഭ്യാസികൾക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇത് പരിശീലിക്കുമ്പോഴാണ് ഓരോ കുട്ടികളും ശക്തമായ രീതിയിൽ കളരിപ്പയറ്റ അഭ്യാസികളായി തീരുന്നത്. അത് നമുക്ക് നോക്കാം. അടുത്തത് കാൽസാധനത്തിലെ അവസാന ഇനമായ സൂചിത്തിരുത്തൽ എന്നൊരു പ്രയോഗമാണ്. ഇത് നല്ല ശാരീരികമായിട്ടുള്ള ബലവും നല്ല വഴക്കവും ഉണ്ടാക്കി എടുക്കുന്ന ഒരു പ്രയോഗമാണ്. ഇത് പരിശീലിച്ചിട്ടുള്ള കുട്ടികൾക്ക് എതിരാളിയുടെ നേരെ നിഷ്പ്രയാസം കാലുകൊണ്ട് തൊഴിക്കാനും പ്രയോഗിക്കാനും ഒക്കെ
കരുത്ത് നൽകുന്ന ഒരു പ്രയോഗം കൂടിയാണ്. നമുക്കതൊന്ന് കാണാം. വളർത്തുന്നതിൽ അടുത്തത് വളരെ പ്രസക്തമായ വളരെ ശക്തമായ ഒരു പ്രാണായാമമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അഷ്ടവടിവുകൾ ചേർന്ന പ്രാണായാമമാണ്. എന്താണ് അഷ്ടവടിവുകൾ എന്നൊന്ന് മനസ്സിലാക്കണം. യോഗിമാർ ഋഷിമാർ കാട്ടിലിരുന്ന് വീക്ഷിക്കുമ്പോൾ ഓരോ മൃഗത്തിന്റെയും ശക്തി കണ്ടറിഞ്ഞ് ഓരോ മനുഷ്യനും ഇതെങ്ങനെ സ്വീകരിക്കാം എന്ന് കണ്ടെത്തിയതാണ്. ഉദാഹരണം പറഞ്ഞാൽ ആനയെ കാണുമ്പോൾ ആനയുടെ കരുത്ത് ഒരു മനുഷ്യരെങ്ങനെ നേടിയെടുക്കാം. സിംഹത്തെയും കുതിരയെയും അതുപോലെയുള്ള മറ്റു മൃഗങ്ങളെയും ചേഷ്ടകൾ നോക്കി അതിന്റെ ആ ശക്തി ഒരു മനുഷ്യരിലേക്ക് ആവാഹിക്കാൻ വേണ്ടിയിട്ട് യോഗിമാർ കണ്ടെത്തിയിട്ടുള്ള ഒരു വിദ്യയാണിത്, ഈ പ്രാണായാമം. ഇതിനെ ഗണപതി വന്ദനം എന്നും കൂടി അറിയപ്പെടും. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പഠിക്കാൻ വേണ്ടി മാത്രം വിദേശങ്ങളിൽ നിന്ന് വരെ വിദേശികൾ വന്നിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇന്ന് ഈ പ്രദേശത്തിന്റെ പ്രത്യേകത എന്ന് നോക്കിയാൽ രാവിലെ വിഷപ്പുകയാണ് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ഒരുപാട് ശ്വാസകോശ രോഗികളുണ്ട്. അതുകൊണ്ടത്തെ ഡോക്ടർമാർക്ക് അറിയാം, അവരുടെ കൂടുതൽ ചെല്ലുന്നത്. എല്ലാ ആൾക്കാർക്കും തന്നെ ശക്തമായ രീതിയിൽ ശ്വാസമുട്ട് അനുഭവിക്കും, പലതരത്തിലെ ശ്വാസകോശ രോഗങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഈ പ്രാണായാമം പരിശീലിച്ചാൽ ലങ്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എത്തുകയും ശരീരത്തിലേക്ക് അതിശക്തമായ രക്തപ്രവാഹം ഉണ്ടാകുകയും ചെയ്യും. ഈ പ്രാണായാമം നമുക്കൊന്ന് കാണാം. ആദ്യം തന്നെ ഇതിനകത്ത് വരുന്നത് ഗജവടിയിലാണ് ഇവർ ഈ ഐറ്റം ചെയ്യുന്നത്. പിന്നെ ഓരോരോ നീക്കുകയിലും ഓരോരോ മൃഗങ്ങളുടെ ചേട്ടകൾ വരും. അതോടൊപ്പം തന്നെ ഗജവടിയിൽ നിൽക്കുമ്പോൾ ഗണപതി മന്ത്രം ജപിച്ചുകൊണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നീടുള്ള ഓരോന്നിനും പ്രണവം ജപിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. പ്രാണായാമം ആരംഭിക്കുന്നു. ചേർന്ന് ഇത് ചെയ്യുമ്പോ ഓരോ കുട്ടികളും ഓങ്കാരമാണ് ജപിക്കുന്നത്. ഈ പോസ്റ്ററിൽ നിന്ന് ഓങ്കാരം ജപിക്കും, അടുത്ത പോസ്റ്ററിൽ വരുമ്പോഴും അങ്ങനെ ഓങ്കാരം ജപിക്കും. ഓരോന്ന് കഴിയുന്നോറും അതിശക്തമായ രീതിയിലെ ബലമാണ് ഓരോ കുട്ടികൾക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ വായുബലം, നമുക്ക് ഓരോരുത്തർക്കും വായുവിന്റെ ബലമില്ലാതാണ് ഓരോരുത്തരും അനാരോഗ്യം അല്ലെങ്കിൽ ഒരു ബലമില്ലായ്മ അനുഭവപ്പെടുന്നത്. ഇത് കളരിയിൽ നിന്ന് ചെയ്യുമ്പോൾ ഇതിന്റെ മിനിയേച്ചർ രൂപം മാത്രമാണ് കാണിക്കുന്നത്, പൂർണ്ണമായിട്ട് ഇവിടെ കാണിക്കുന്നില്ല. ഇതൊന്ന് പരിചയപ്പെടുത്തുക, ഇങ്ങനൊരു സംഭവം കളരിയിലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, അത്രമാത്രം ഇതൊന്നും ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് ചെയ്യുമ്പോ ഏറ്റവും അവസാനം വരുമ്പോ ശക്തമായ രീതിയിൽ വേർപ്പ് ഓരോ പോസ്റ്ററിൽ നിൽക്കുമ്പോഴും തളകെട്ടി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കൊഴുപ്പുകളെല്ലാം ഉരുകി ഒലിച്ച്
പ്രണവമന്ത്രത്തിന്റെ ശക്തി ഓരോ ഹൃദയത്തിലേക്കും ആവാഹിച്ച് ശക്തമായ ശരീരത്തിന്റെ ഉടമകളായി ഓരോ കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവർക്കാർക്കും മാറാൻ സാധിക്കുന്ന ഒരു പ്രയോഗമാണ്. ഇതിനെ എന്റെ ഗുരുനാഥൻ പറഞ്ഞ മറ്റൊരു കാര്യം, നമ്മൾക്കുണ്ടായിട്ടുള്ള തൊഴിൽ തടസ്സങ്ങള് ഈ ഐറ്റം ചെയ്ത മാറുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളോടുണ്ടാവുന്ന ശത്രുതകള് ഇല്ലാതെ ആകുന്നതായിട്ട് കണ്ടുവരുന്നത്. അതിശക്തമായ ശത്രുത ഉണ്ടാക്കി പോലും അത് ലോപിച്ച് ഇല്ലാതാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇത് വെറുതെ അല്ല, ഋഷിവര്യന്മാരെ കളരിയുടെ ഭാഗമാക്കി പൗരാണിക കാലത്ത് മാറ്റിയത്. അതിശക്തമായ ഒരു പ്രയോഗം കൂടിയാണ്. ഒരു സർപ്പത്തിന്റെ ബലമാണ് സർപ്പവടിയിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്നത്. അതിശക്തമായ ഒരു സർപ്പമൊന്നും മനുഷ്യ ശരീരത്തെ ചുറ്റിയാൽ മനുഷ്യനെ അനങ്ങാൻ പോലും സാധിക്കില്ല. ഒരു ആടിനെ ചുറ്റിയാൽ ആട് അവിടെ വീഴും, തകർന്നു പോകും. അതുപോലെ ശക്തമായ ഒരു ശരീരം ഈ സർപ്പവടിയിലൂടെ ഓരോ കുട്ടികൾക്ക് ലഭിക്കും. ഇത് കുട്ടികൾക്ക് എന്ന് മാത്രമല്ല, ശക്തമായ ആരോഗ്യം കാക്ഷിക്കുന്ന മത്സരിക്കാവുന്നതാണ്. ഇപ്പൊ ചെയ്യുന്നതാണ് കുതിരയെ സംബന്ധിക്കുന്ന വടിവ്. ഇതിന് അശ്വവടിവ് എന്ന് പറയും. ഒരു കുതിരയുടെ ശക്തി ഓരോ മനുഷ്യന്റെയും പേശികളിലേക്ക് ശക്തമായി പറയും. ഇതോടൊപ്പം തന്നെ ഓരോ കുട്ടികളും പ്രണവമന്ത്രം ജപിക്കുന്നുണ്ട്. ഇത് മാർജാര വടിവ് എന്ന് പറയും. ആയിരിക്കും നോക്കി തന്നെ മനസ്സിലാവും മാർജാര വടിവാണത്. ഇതിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ ശരീരത്തിലെ മഹാനാഡി എന്നറിയപ്പെടുന്ന സീവിനി എന്ന് പറയുന്ന നാഡിയുണ്ട്. ഇത് നമ്മുടെ മൂലാധാരത്തിലാണ് ആ നാഡി ഇരിക്കുന്നത്. ആ നാഡിയെ ഉണർത്തി മനുഷ്യന് ശക്തമായ ഒരു ചിന്താഗതിയും അതുപോലെ തന്നെ പ്രതീക്ഷയും അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ ഈ സീവിനും നാഡി ഉണർത്തിയാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് കളരിപ്പയറ്റിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു പയറ്റ്, മെയ് പയറ്റ്, അതായത് ശരീരം കൊണ്ടുള്ള പയറ്റ്. ഈ മെയ് പയറ്റ് ചെയ്താൽ ഓരോ കുട്ടികളും അതിശക്തമായ സ്റ്റാമിന അവരുടെ ശരീരത്തിലൊന്നും പറയും, പെട്ടെന്ന് ക്ഷീണിക്കില്ല. ഇന്ന് എന്തെങ്കിലും ചെറിയൊരു കാര്യം നമ്മളൊരു സ്റ്റെപ്പ് കയറിയാൽ പോലും കിടക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. ഇത് കുട്ടികളാണെങ്കിൽ പോലും. പക്ഷെ ഈ കുട്ടികളൊക്കെ നാളെ ഏതെങ്കിലും കായികമായിട്ടുള്ള കാര്യങ്ങൾക്കോ ഓട്ടത്തിനോ ചാട്ടത്തിനോ എന്തെങ്കിലും ചെയ്താൽ ഈ കുട്ടികൾ മാത്രം ക്ഷീണിക്കാതെ അവരുടെ സ്റ്റാമിന നഷ്ടപ്പെടാതെ ശക്തമായിട്ട് നിലനിൽക്കും. അത് ശരീരത്തിൽ കൊടുക്കുന്ന ഒരു പയറ്റാണ് മെയ് പയറ്റ്. നമുക്കിവിടെ മെയ് പയറ്റ് കാണാം. വളരെ ശക്തമായ മെയ് വഴക്കം കൂടി ഇത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും ഈ മെയ് പയറ്റിന്റെ പ്രാധാന്യം കാണുന്നത്. മെയ് പയറ്റ് ആരംഭിക്കുന്നു. ചേർന്നു തോന്നുന്നു. ഈ ഐറ്റം ചെയ്ത് ഈ പറഞ്ഞ രണ്ട് കുട്ടികളും ഗോൾഡ് മെഡൽ നേടിയവരാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ശ്രീസൂര്യ, രണ്ടാമത് ശ്രീറാം.
ഐറ്റമാണ്. അടുത്തതായി പന്തീരാൻ പയറ്റ് അഥവാ കെട്ടുകാരി. 2 കുട്ടികളാണ് ഇതോടെ ചെയ്യുന്നത്. ശ്രീറാമും ദർശ് ജിനീഷും. പന്തീരാൻ പയറ്റ് ആരംഭിക്കുന്നു. കുട്ടികളെ നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അത് വളർന്നു വരുന്ന കുട്ടികളാണ്. ഇത് പ്രോത്സാഹനമാണ് അവർക്ക് പ്രധാനം. അടുത്തത് കളരിപ്പയറ്റിലെ വളരെ രസകരമായ ഒരു ഐറ്റമാണ് വടിവീശൽ. ഇന്ന് പല സിനിമകളിലും, അതായത് പഴയ തമിഴ് സിനിമകളിലേക്കാണ് കൂടുതൽ ഇത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഒരു വടിയുണ്ടെങ്കിൽ ഒരു ശത്രു പോലും നമ്മുടെ അടുത്തേക്ക് അടുക്കില്ല. ആ വടിവീശലിന്റെ രസകരമായ ഒരു ഐറ്റം നമുക്ക് ഇവിടെ കാണാം. വടിവീശൽ ആരംഭിക്കുന്നു. ഗോൾഡ് മെഡൽ ലഭിച്ചാണ് ഈ ആള് വിഷ്ണു ബാലകൃഷ്ണൻ. കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പില് ഒരു കുട്ടിക്ക് 4 ഐറ്റമേ പങ്കെടുക്കാൻ സാധിക്കുള്ളൂ. ശ്രീസൂര്യ പങ്കെടുത്ത 4 ഐറ്റത്തിനും ഗോൾഡ് മെഡൽ ലഭിച്ചു.
ക്ഷേത്ര സന്നിധിയിൽ ശരത് പെരുമ്പളം നയിക്കുന്ന തായമ്പക ആരംഭിക്കുന്നതാണ്. ക്ഷേത്ര സന്നിധിയിൽ ശരത് പെരുമ്പളം നയിക്കുന്ന തായമ്പക ആരംഭിക്കുന്നതാണ്. അടുത്തത് മുച്ചാൻ പയറ്റാണ്. 3 ചാണുള്ള വടിയാണ് മുച്ചാൻ പയറ്റ്. ഒരു ചെറിയ വടി ഉണ്ടെങ്കിൽ എതിരാളിയെ വളരെ എളുപ്പം തന്നെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നതാണ്. സാധാരണ ഒരു വടി കിട്ടിയാൽ ആകെ തല തല്ലി പൊളിക്കാതെ ശത്രുവിന്റെ മർമ്മ ക്ഷതമേൽപ്പിച്ച് അവനെ നിഷ്ക്രിയനാക്കുന്ന ഒരു രീതിയാണ് കാൽപയറ്റിലുള്ളത്. അവന്റെ മർമ്മത്തെ നോക്കി ഈ വടി കൊണ്ട് രക്തം മുട്ടിയാൽ ഒരു ചോര പോലും പൊടിയാതെ ശത്രുവിനെ നിഷ്പ്രഭമാക്കാൻ സാധിക്കും. ഇത് മുച്ചാൽപേറ്റ് എന്ന് പറയുന്ന ഒരു കല കൂടിയാണ്. കാൽപേറ്റ് എന്ന് പറയുന്നത് മറ്റു ആയോധന കലയുടെ മാതാവ് കൂടിയാണ്. അപ്പൊ ഇതൊരു കായികമായിട്ടുള്ള ഒരു അഭ്യാസമാണോ, അതോടൊപ്പം തന്നെ കലയെ വളരെയധികം വിളങ്ങി നിൽക്കുന്ന ഒരു ഐറ്റം കൂടിയാണ്. മുച്ചാൽപേറ്റ് നമുക്ക് കാണാം. ആരംഭിക്കുന്നു. അടുത്തത് ഒരു ചുവടാണ്. ഒറ്റ ചുവട് എന്നറിയപ്പെടുന്ന ചുവടാണ്. ഇതിന്റെ ഒരു പ്രത്യേകത, തലങ്ങും വിലങ്ങും എതിരാളിയെ നേരിടാനും, അതുപോലെ തന്നെ ഇന്ന് നമ്മളൊക്കെ പെട്ടെന്ന് വട്ടം ചീറ്റിയാൽ തലകറങ്ങി പോകുന്ന ഒരു തരത്തിലാണ് നമ്മളെല്ലാവരും. ഇത് എത്ര നേരം നിന്ന് പയറ്റിയാലും കുട്ടികൾക്ക് ഒരു ക്ഷീണമില്ലാതെ അവരുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ അവരുടെ ബുദ്ധിയെ ഉണർത്താനും ഒക്കെ ഈ ചുവട് വളരെയധികം ഉപകരിക്കും. പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് അവരുടെ ബ്രെയിനിന്റെ ക്ഷമത വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തിയും അതോടൊപ്പം തന്നെ ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കാനും ഈ ചുവടിന് സാധിക്കുന്നു. ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് കാൽപയറ്റിലെ ഒരു മത്സര ഇനമാണിത്. കുട്ടികൾ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ സംഭവിക്കാം. ഇതിലേക്ക് പ്രോത്സാഹനമാണ് നമുക്കിവിടെ വേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഒറ്റച്ചോട് ആരംഭിക്കുന്നു. ചേർന്നു. അടുത്തത് കാൽപയറ്റിലെ വളരെ പ്രധാനമായ ഒരു ഐറ്റം ഉടവാൾ. വാളും വാളും എന്ന ഒരു മത്സര ഇനം തന്നെയാണിത്.
നമുക്കറിയാം ഉടവാളെന്ന് പറയുമ്പോ ഉട എന്നിട്ട് നമ്മുടെ ശരീരമാണ്. രാജാക്കന്മാരുടെ അരയിലൊരു വാള് ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ടുണ്ടാവും പടത്തിലെങ്കിലും. ഈ വാള് പരിശീലിക്കണമെങ്കിൽ അഭ്യാസം അറിഞ്ഞിരിക്കണം. എന്തിനാണ് ഇപ്പോഴും ഇത് പ്രയോഗിക്കുന്നത് എന്ന് വെച്ചാൽ, ഒരു ആയുധം നമ്മുടെ നേരെ വന്നാൽ പെട്ടെന്ന് ഭയപ്പെട്ടു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. കുട്ടികളെ സംബന്ധിച്ച് ഈ വാള് വെച്ച് പരിശീലനം നടത്തി കഴിഞ്ഞ കുട്ടികളിൽ ആരും തന്നെ പേടിച്ചു പോവില്ല. പ്രത്യേകിച്ച് ഒരു കത്തി വരികയോ അല്ലെങ്കിൽ ഒരു വടിവാളിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അക്രമങ്ങൾ ഒരുപാട് നടക്കുന്നു. ഒരു വടിവാൾ വന്നാൽ അച്ഛനമ്മയും കുടുംബമായിട്ട് പോകുന്ന കുടുംബം മൊത്തം കൂട്ടക്കരച്ചിലായിരിക്കും. ഒരു വടിവാൾ കണ്ടാൽ അതിനെ നേരിടാൻ പോലും ഗൃഹനാഥന് പോലും സാധിക്കില്ല. കാരണം ആദ്യം വരുന്നത് ഭയമാണ്. ഈ ഭയത്തെ നേരിടാൻ ആയുധം ഉപയോഗിച്ച് പരിശീലിച്ചിട്ടുണ്ടാവണം. അതിന് പരിശീലിച്ചിട്ടുള്ള കുട്ടികൾ ആരും തന്നെ വാള് കണ്ടാൽ പേടിക്കില്ല. അതിനെ നേരിടാൻ അവർ പ്രാപ്തരായിട്ടുണ്ടാവും. അപ്പൊ ഉടവാള നമുക്കൊന്ന് കാണാം ചേർന്ന്. അടുത്തത് കളരിപ്പയറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം മറ പിടിച്ച കുന്തപ്പയറ്റ്. നമ്മൾ ഈ കുന്തം കണ്ടിട്ടുണ്ടാവും അല്ലെ? കാവൽക്കാരി പിടിച്ചു നിൽക്കുന്ന രാജകൊട്ടാരത്തിലും അതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരു കുന്തം പിടിച്ചു നിൽക്കുന്ന ഒരു കാവൽക്കാരനെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ആ കുന്തം പിടിച്ചു നിൽക്കുന്ന ഒരാളെ മറികടന്ന് ഒരിക്കലും കൊട്ടാരത്തിലേക്കോ അതുപോലുള്ള കവാടങ്ങളിലോട്ടോ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ അതിനെ നേരിടാൻ വാളും പരിചയം ചേർന്ന് നടത്തുന്ന ഒരു പ്രയോഗമുണ്ട്. ഇവർ രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു രസകരമായ ഒരു അഭ്യാസ പ്രകടനമാണ് വാളും മറ പിടിച്ച കുന്തപ്പയറ്റും എന്ന് പറയുന്നത്. ഇതും കളരിപ്പയറ്റിലെ ഒരു മത്സര ഇനമാണ്. ഇത് കൂടുതലായിട്ടും വടക്കൻ സമ്പ്രദായത്തിലാണ് ഇത് കണ്ടുവരുന്നത്. ആരംഭിക്കുന്നു.
നെടുവടിപ്പയറ്റ് എന്നൊരു പ്രയോഗമാണ്. നേരത്തെ കുട്ടികൾ ചെയ്ത ഒരു ഐറ്റം പന്തീരാൻ പറ്റുന്നത് കണ്ടു. ഇത് വ്യത്യസ്തമായിട്ടുള്ള അതേപോലെ തന്നെയുള്ള ഒരു പയറ്റാണ് നെടുവടിപ്പയറ്റ്. ഈ ഒരു വടിയുണ്ടെങ്കിൽ ഏത് ശത്രുവിനെ നേരിടാം. ആദിമ മനുഷ്യന്റെ ആദ്യത്തെ ആയുധമാണ് വടി. കാട്ടിലൊക്കെ മനുഷ്യൻ ഒരു വടിയും വെച്ചിട്ടാണ് മൃഗങ്ങളെ വേട്ടയാടിയിരുന്നതും ശത്രുക്കളെ നേരിട്ടിരുന്നതും. ഈ ഐറ്റമൊക്കെ പഴയകാല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തമിഴ് സിനിമകളൊക്കെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. ഈ വടിപ്പയറ്റ്, ഇതിനെ നെടുവടിപ്പയറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് തെക്കൻ സമ്പ്രദായത്തിലെ, കളരിയിലെ 2 സമ്പ്രദായങ്ങളുണ്ട്. സമ്പ്രദായങ്ങൾ കൂടുതലുണ്ട് എങ്കിൽ പോലും എടുത്തു പറയുന്നത് വടക്കൻ സമ്പ്രദായവും തെക്കൻ സമ്പ്രദായം എന്നാണ്. ഇത് തെക്കൻ സമ്പ്രദായത്തിലെ ഒരു പയറ്റാണ്. അപ്പൊ നെടുവടിപ്പയറ്റ് നമുക്കൊന്ന് കാണാം. ആരംഭിക്കുന്നു. ഇപ്രാവശ്യത്തെ കളരിപ്പയറ്റ് മത്സരത്തില് വിജയ് ജീവനും ജീസ് ജോണും ആണ് മത്സരത്തിൽ ഇവിടുന്ന് പങ്കെടുത്തത്. ഇവർക്ക് ഈ ഐറ്റത്തിന് സെക്കൻഡ് പ്രൈസ് ആണ് ലഭിച്ചത്. അടുത്തത് കളരിപ്പയറ്റിലെ മറ്റൊരു ആയുധപ്പയറ്റ് മറക്കടാര എന്നൊരു ഐറ്റമാണ്. ഇത് ഹിന്ദു ദേവതകളുടെ കയ്യിലൊക്കെ ഈ ഇതുപോലൊരു ഐറ്റം കണ്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് വേട്ടയ്ക്കൊരു മകൻ എന്ന ദേവതയുടെ കയ്യിലെ പ്രധാന ആയുധമാണ് ഈ കടാര. ഇതിന്റെ തന്നെ പയറ്റ് വടക്കൻ സമ്പ്രദായങ്ങളിൽ ഒരുപാട് തരത്തിലുള്ള പ്രകടനങ്ങളുണ്ട്. അംഗം വിട്ട് നടക്കുമ്പോൾ ചുരിക നഷ്ടപ്പെട്ടാൽ ഇതാണ് എടുത്തു കൊടുക്കുന്നത്. ഈ പിന്നീട് ഇത് വെച്ചായിരിക്കും പയറ്റ് നടക്കുന്നത്. നമുക്ക് മറക്കടാരയുടെ പയറ്റ് ഇത് കാണാം. ആരംഭിക്കുന്നു. ഹരികൃഷ്ണനും അഭിനവ് പ്രജീഷുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത് കുറുവടി പയറ്റാണ്. കുറുവടി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചെറിയൊരു വടിയാണ്. ഒരു വടിയുണ്ടെങ്കിൽ ആരെയും ആക്രമിക്കാം. എന്നാൽ ഈ വടിക്ക് ഒഴിവുണ്ട്. ഈ ഐറ്റത്തിന്റെ പേര് തന്നെ കുറുവടി ഒഴിവെന്നാണ്. ഒരു വടിയായിരിക്കും ഉണ്ടാവുക, 2 പേരുണ്ടാവും. ഒരാള് നമ്മളെ ഒരു വടി വെച്ച് ആക്രമിച്ചാൽ എങ്ങനെ അതിൽ നിന്നും നിഷ്പ്രയാസം ഒഴിഞ്ഞ് രക്ഷപ്പെടാം
എന്നതാണ് ഈ കുറുവടി ഒഴിവിന്റെ പ്രത്യേകത. കൊച്ചുകുട്ടികളാണ്, ഇതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ എല്ലാവരും പ്രോത്സാഹനം വേണം. ഒരു വടി വെച്ച് അടിച്ചാൽ ഇവരെങ്ങനെ ഒഴിഞ്ഞു മാറുമെന്ന് നമുക്ക് നോക്കാം. കുറുവടിപ്പയറ്റ് ആരംഭിക്കുന്നു. ഈ കഴിഞ്ഞ മത്സരത്തിന് 2ാം സമ്മാനം ലഭിച്ചാണ് ഈ ഐറ്റം. കളരിപ്പയറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റമാണ് അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ കളരിപ്പയറ്റ് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാരുടെ മനസ്സിലോട്ട് വരുന്നത് വാളും പരിചയമാണ്. ഈ വാള് പരിചയക്ക് രസകരമായ ഒരുപാട് തലങ്ങളുണ്ട്. ഒരിക്കൽ ഒരു ബ്രിട്ടീഷ് വനിത ഭാരതം സന്ദർശിച്ചപ്പോൾ അവര് ഇതുപോലെ ഒരു അംഗം വെട്ട് കണ്ടു. 2 ചേകന്മാർ തമ്മിൽ അംഗം വെട്ടുന്നു. അതിൽ നിന്നും ഒരാളുടെ വാള് തെറിച്ചുപോയപ്പോൾ മറ്റേയാൾ മാറി നിന്നു. മറ്റൻ ചേകവൻ എതിരാളിക്ക് വാള് നഷ്ടപ്പെട്ട ആൾക്ക് ഒരു വാള് കൊണ്ടുവന്ന് കൊടുത്തതിന് ശേഷമാണ് മറ്റേയാള് വീണ്ടും യുദ്ധം തുടങ്ങിയത്. അപ്പൊ ആ ബ്രിട്ടീഷുകാരുടെ ഒരു എഴുത്തുകാരും കൂടിയായിരുന്നു. അവര് പോയിട്ട് അവര് ഗ്രന്ഥം എഴുതി, അത് പ്രസിദ്ധീകരിച്ചു. വന്ന വാർത്ത എങ്ങനെയായിരുന്നു, ആ മാറ്റർ എങ്ങനെയായിരുന്നു, വളരെ വിചിത്രമായിട്ടുള്ള ഒരു പ്രയോഗമാണ് കണ്ടത്. എതിരാളിയുടെ വാള് തെറിച്ചു പോയപ്പോ മറ്റേയാളിക്ക് അവരുടെ കഴുത്ത് വെട്ടിയെടുക്കേണ്ടതിന് പകരം മാറി നിന്നു അവർ വാള് കിട്ടുന്നത് വരെ എന്നായിരുന്നു അവരത് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും അതിന് മറുപടി വന്നു. ഭാരതം എന്ന് പറഞ്ഞാൽ അങ്ങനെ രാജ്യമാണ്, ധർമ്മമാണ് ആ രാജ്യത്തിന്റെ മുഖമുദ്ര. എതിരാളിക്ക് വാള നഷ്ടപ്പെട്ടാൽ കയറി ആക്രമിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ രീതിയാണ്, ഇത് ഭാരതത്തിന്റെ രീതിയാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പൈതൃകം. കളരിപ്പയറ്റിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു ഐറ്റമാണ് വാള് പരിചയം. വിഷ്ണുവും ശ്രീസൂര്യമാണ് ഇത് ചെയ്യുന്നത്. ഈ ഐറ്റത്തിന് ഐറ്റം മത്സരത്തിലുണ്ടായിരുന്നില്ല. ഇതിൽ കാണാം. ശരി, വാള് പരിചയം നടന്നു. അടുത്ത ഐറ്റം എന്ന് പറയുന്നത്
ബാലുവഴി എന്നൊരു ചുവടാണ്. ബാലുവഴി എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ശക്തി നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഹനുമാന്റെ ശക്തി ഓരോ മനുഷ്യനും കിട്ടുന്ന രീതിയിലുള്ള ഒരു ഡിസൈനിലാണ് ഗുരുക്കന്മാരെ ഈ ചുവടിനെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ശക്തമായ ശാരീരിക ബലം, എതിരാളിയെ നിഷ്പ്രയാസം എടുത്ത് വലിച്ചെറിയാൻ പറ്റുന്ന തരത്തിലേക്ക് ഓരോരുത്തരുടെ ശരീരത്തിന് ശക്തി വന്ന് നിറയും. അതോടൊപ്പം തന്നെ ഹനുമാന്റെ വായുബലം ഓരോരുത്തർക്കും, ഇത് പരിശീലിക്കുന്ന ഓരോരുത്തർക്കും ആ വായുബലം ശക്തമായി കിട്ടും. സാഹിബ് പറഞ്ഞിട്ടുണ്ട് ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന്. പക്ഷെ നമ്മൾ മലയാളികൾ ഇപ്പോഴും അതിലേക്ക് ചിന്തിച്ചിട്ടില്ല. നമ്മുടെ വേദത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് ശരീരമാദ്യം ധർമ്മസാധനം എന്നാണ്. ശക്തമായ ശരീരം അതായിരിക്കണം ഈ കളരി പേറ്റുകൊണ്ട് നമ്മളെല്ലാവരും സങ്കല്പിക്കെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കെങ്കിലും ചെയ്യണം. ഇതൊരു പ്രചോദനമാകണം. ഒരുപാട് തരത്തിലുള്ള പ്രയോഗങ്ങൾ നമുക്കുണ്ട്. ഒന്നും നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും വീട്ടിൽ യോഗയെങ്കിലും ചെയ്യണമെന്നൊരു സന്ദേശമാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് നൽകാനുള്ളത്. അപ്പൊ ബാലുവഴിച്ചോട് നമുക്ക് ഇവിടെ മുന്നിൽ ആരംഭിക്കുന്നു. അടുത്ത 2 ഐറ്റത്തോടുകൂടി നമ്മുടെ കളരിപ്പയറ്റ് പ്രദർശനം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തതായി ഉറുമി വീശലാണ്. വളരെ അപകടം നിറഞ്ഞ ഒരു ഐറ്റമാണിത്. പലപ്പോഴും ഉറുമി പൊട്ടിത്തെറിച്ച് വിടാൻ വരെ സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഇത് 4 പേരൊന്നും വീശുന്ന രീതിയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ ഇവിടെ അത് സാധിക്കാത്തതുകൊണ്ട്, കൂടുതൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് 2 ആക്കി ചുരുക്കി ആണ് ചെയ്യുന്നത്. ഈ ഉറുമി വീശലിലൊക്കെ വിഷ്ണു ശ്രീശൂലൊക്കെ ഗോൾഡ് മെഡൽ ലഭിച്ചാണ്. ഉറുമി വീശൽ ആരംഭിക്കുന്നു. പറഞ്ഞതുപോലെ തന്നെ ഒരു വീടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കേട്ട് കാണും ഉണ്ണിയാർച്ചയെ കുറിച്ച്. ഉണ്ണിയാർച്ചയെ അക്രമങ്ങളിൽ നിന്ന് രക്ഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് ഉറുമി. ഈ ഉറുമി ആരെയും ചുറ്റി ഏത് ആക്രമണ മുമ്പിലേക്കും ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ഒരിക്കലും ഉണ്ണിയാർച്ചയെ കല്യാണം കഴിച്ചുകൊണ്ടായ സമയത്ത് ഇതുപോലെ ഒരു ഉത്സവം നടക്കുന്നു ഉണ്ണിയാർച്ചയുടെ നാട്ടിൽ.
അപ്പൊ കുഞ്ഞിരാമൻ എന്ന ഭർത്താവിനോട് ഉണ്ണിയാർച്ച പറയാണ് എനിക്ക് ഉത്സവത്തിന് പോകണം. അപ്പോ കുഞ്ഞിരാമനും അമ്മയും കയറി വിലക്കാണ്, വേണ്ട അങ്ങോട്ട് പോകണ്ട, ആ വഴിക്ക് പോകണ്ട, കാരണം അവിടെ ജോനകരുണ്ട്, ജോനകരെ നേരിട്ട് പോകാൻ പറ്റില്ല. പക്ഷെ ഉണ്ണിയാർച്ച വാശി പിടിച്ചു എനിക്ക് പോകണം. അപ്പോഴും അമ്മ പറയുന്നുണ്ട് ഭർത്താവിനെ കൊല്ലിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് മോളെ നീ കാണിക്കുന്നത്, ഒരിക്കലും പോകാൻ പറ്റില്ല, ഞങ്ങൾ സമ്മതിക്കില്ല. പക്ഷെ ഉണ്ണിയാർച്ച ചെറുപ്പത്തിൽ തന്നെ അംഗം വെട്ടി പല കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള വീരവനിതയാണ്. ഉണ്ണിയാർച്ച പറയുന്നത് എന്ത് സംഭവിച്ചാലും എനിക്ക് പോകണം, അമ്മ അനുവാദം തരണം എന്ന് പറയും. നമ്മുടെ പാദത്തിൽ നമസ്കരിക്കുന്നു. നിവൃത്തിയില്ലാതെ അമ്മ സമ്മതിച്ച് കൂട്ടത്തില് കുഞ്ഞിരാമനോട് ചേർത്ത് കുറച്ച് ആൾക്കാരോട് ചേർത്ത് അങ്ങനെ പോവുകയാണ്. പോകുമ്പോ നാദാപുരം ഇന്ന് വടകര എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നപ്പോൾ അതാ നിൽക്കുന്നു ജോനോ കൂട്ടങ്ങൾ. ഈ പേര് ഞാൻ പറയുന്നത് ആ വടക്കപ്പാട്ടിലെ സംഭവമാണ്, അതുകൊണ്ട് അങ്ങനെ തന്നെ ഞാൻ പറയുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഉണ്ണിയാർച്ചനെ തടഞ്ഞു. തടഞ്ഞിട്ട് പറഞ്ഞ അതാ വരുന്ന ഒരു സുന്ദരി, അവളെ പിടിച്ചു കേട്ട് അവരുടെ മൂപ്പര് കൊടുക്കാം ഇത്ര സുന്ദരിയായ പെണ്ണിന് എന്ന് പറഞ്ഞ് വളർന്നപ്പോൾ കിടുകിട വറക്കാൻ തുടങ്ങി കുഞ്ഞിരാമൻ. അപ്പോൾ ഉണ്ണിയാർച്ച പറയുന്നത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് എന്റെ സ്വത്തും പണവും എല്ലാം തരാം, അതായത് സ്വർണ്ണങ്ങൾ മുഴുവൻ തരാം എന്ന് പറഞ്ഞാൽ സ്വർണ്ണങ്ങൾ മുഴുവൻ ഊരി കലയിൽ വെച്ച് കൊടുക്കും. അത്രമല്ലേ ജോനക്കൂട്ടങ്ങളെ നിങ്ങൾ അതെടുത്തോളൂ, പക്ഷെ എന്നെ ഉപദ്രവിക്കരുത്. അപ്പൊ അവര് പറയുന്നത് സ്വർണം വേണം ഞങ്ങൾക്ക് വേണ്ട, പൊതിലിപ്പൊന്നായ നിന്നെ മാത്രം മതി ഞങ്ങളുടെ മൂപ്പര് കാഴ്ചവെക്കാൻ എന്ന് പറയുമ്പോൾ അടിമുതൽ വിറച്ചു വന്നു ഉണ്ണിയാർച്ചക്ക്. അപ്പൊ ഉണ്ണിയാർച്ച നോക്കുമ്പോൾ ഇടിവിടാൻ വിറക്കാണ് കുഞ്ഞിരാമൻ. അപ്പൊ കുഞ്ഞിരാമനോട് ഉണ്ണിയാർച്ച പറയുന്നുണ്ട് പെണ്ണായ ഞാൻ വിറക്കുന്നില്ല, ആണായ നിങ്ങൾ വിറക്കുന്നുണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പറഞ്ഞിട്ട് ഉണ്ണിയാർച്ച ഒരു അരങ്ങിനെടുത്ത് ശക്തമായി തിരിച്ചുഴറ്റി ജോനാക്കുട്ടങ്ങളെ നേരെ ചെന്നപ്പോൾ പലരുടെയും കൈയും കാലും തലയൊക്കെ മുറിഞ്ഞ് ചിതറി ഓടി. അങ്ങനെ ഓടിക്കഴിഞ്ഞപ്പോൾ ഉണ്ണിയാർച്ച പറയുന്നുണ്ട് എന്റെ പൊന്നാങ്ങളെ വരും. ആ പേര് കേട്ടതുകൂടി അവരെല്ലാവരും സാഷ്ടാംഗം വീണ് ഉണ്ണിയാർച്ചയോട് മാപ്പിരുന്നു. ആ ഒരു ഐറ്റമാണ് ഈ ഉറുമി. നമുക്ക് അടുത്ത ഉറുമി പെരുന്ന് കാണാം. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ചാമ്പ്യൻഷിപ്പ് നേടിയപ്പോൾ തൃപ്പൂണിത്തുറയിൽ വെച്ചിട്ട് ഇതിന്റെ ഒരു ആചരണം ഉണ്ടായിരുന്നു, ആദരിക്കൽ ചടങ്ങ്. അന്ന് കെ ബാബു എംഎൽഎയാണ് വന്നത്. ഞാനിവിടെ കണ്ണനോടൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു. ആ സമയത്ത് അദ്ദേഹം സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ഉറുമി പൊട്ടി അദ്ദേഹത്തിന്റെ അടുത്തൂടെ പാസ് ചെയ്തു പോയി. ഞങ്ങളെല്ലാവരും പേടിച്ചു പോയി, കാരണം ഉറുമിക്ക് അങ്ങനെ അപകടം കൂടിയുണ്ട്. അതുകൊണ്ട് ഇവിടെ ചെയ്യേണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷെ എങ്കിൽ പോലും എല്ലാ ആയുധങ്ങളും ഇവിടെ എടുക്കുന്നത് എല്ലാവരും നിർബന്ധം കൊണ്ടിട്ടാണ് ഇവിടെ എടുത്തത്. അടുത്തത് ഒരു ഐറ്റത്തിൽ കൂടി അവസാനിക്കുകയാണ്. അതൊരു പന്ത വീശലാണ്, ലൈറ്റൊക്കെ ഒന്ന് നടക്കുന്നതാണ്. ഈ പന്തം വീശൽ കഴിഞ്ഞാൽ തൊഴുതെടുപ്പുണ്ട്.
അടുത്തത് കളരി ഇത്രയും നേരം കളരി ചെയ്താൽ വീണ്ടും തൊഴുതിറങ്ങി പോകുന്ന ചടങ്ങാണ്. തൊഴുതെടുപ്പിനായിട്ട് എല്ലാ കളരി പറ്റിയ അഭ്യാസികളെയും ക്ഷണിച്ചോളൂ. നമ്മുടെ കുട്ടികള് സംസ്കാര സമ്പന്നരാകാനാണ് ഈ തൊഴിലെടുപ്പ് പണ്ട് കാലം മുതൽ കിട്ടിയിട്ടുള്ളത്. ഓരോ പാരന്റ്സിനെയും അച്ഛനമ്മമാരെയും പ്രത്യേക വിശേഷങ്ങളിൽ കല്യാണമല്ലാത്ത സമയത്ത് പോലും ഓരോ എക്സാം നടക്കുമ്പോൾ കുട്ടികളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യം നടക്കുമ്പോൾ ഓരോ കുട്ടികളും അച്ഛന്മാരുടെ പാദം നമസ്കരിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതുപോലെ തന്നെ കളരി വളരെ നിർബന്ധമാണ്. കളരിയിൽ പാദം നമസ്കരിക്കാത്ത ഒരു കുട്ടിയെ പോലും കളരി കയറ്റില്ല. അതാണ് കളരിയുടെ ചടങ്ങ്. അത്ര കർക്കശമാണ് കളരി. ഓരോ കുട്ടികളുടെയും ഈഗോ വരെ മാറ്റിക്കൊടുക്കുന്ന അതിശക്തമായ ഒരു സംഭവമാണ്. നിസ്സാരമെന്ന് തോന്നുമെങ്കിൽ പോലും കളരിയുടെ തൊഴിലെടുപ്പ് എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് എവരെയും ഓർമ്മിപ്പിക്കുകയാണ്. തൊഴിലെടുപ്പ് നടക്കുന്നു. ചേർന്ന് ഇടപെടലുകളെ പുറത്ത് വളർന്ന് നാട്ടുകാരിയുടെ കൈകാര്യ കുട്ടികളുടെ ഭംഗിയമായി എഴുതുവാൻ അടുത്തതായി വേദകളരി മരട് ബ്രാഞ്ചിന്റെ പ്രസിഡന്റ് ശ്രീ കൃഷ്ണകുമാർ അവരിവിടെയുണ്ട്. അദ്ദേഹം കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ഉദ്യോഗസ്ഥനാണ്. മരട് കളരി നോക്കുന്നത് അദ്ദേഹമാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരു നന്ദി പ്രകാശനത്തിനായി ശ്രീ കൃഷ്ണകുമാർ അവരെ ക്ഷണിച്ചുകൊണ്ടു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ആത്മനമസ്കാരം. ഇന്ന് ഈ സുബ്രഹ്മണ്യ സ്വാമിയുടെ അങ്കണത്തിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ വേദകാരിക്ക് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എത്ര നാൾ ഇവിടെ പരിശീലിച്ചു, ഞങ്ങളുടെ കുട്ടികൾ സ്വായത്തമാക്കിയിട്ടുള്ള പ്രകടനങ്ങൾ എന്തായിരുന്നു എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകൾക്കും കാണുവാനും കണ്ട് മനസ്സിലാക്കുവാനും അവർക്ക് അതിലൂടെ ഒരു പ്രചോദനം കിട്ടുവാനുമുള്ള അവസരം ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. ആദ്യമായി ഈ സദസ്സിനെ ധന്യമാക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രണ്ട് സ്വാമിമാർ, അവരുടെ സാന്നിധ്യമാണ് വളരെ ഏറ്റവും പ്രാധാന്യവും വളരെയധികം സന്തോഷപ്രദമായ ഒരു സായാഹ്നം ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തന്നത്. അവർക്ക് വേദകളരിയുടെ മരട് വേദകളരിയുടെയും ഓണേക്കര വേദകളരിയുടെയും പേരിൽ
ഞങ്ങളുടെ എല്ലാമായ ഗുരുക്കളുടെ പേരിലും വിനയൻ ഗുരുക്കളുടെ പേരിലും ഞാൻ അഗൈതവമായ നന്ദി പ്രകാശിക്കുന്നു. കൂടാതെ ഈ പരിപാടി ഇവിടെ നടന്നെങ്കിലും നമ്മൾ സാധാരണഗതിയിൽ ഒരു നാടകമോ അല്ലെങ്കിൽ ഒരു പാട്ട് കച്ചേരിയോ എന്തെങ്കിലും ഒക്കെ നടക്കുകയാണെങ്കിൽ ഒരു ഭജൻ പ്രോഗ്രാമോ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അതിന് പ്രത്യേക വിശദീകരണങ്ങളൊന്നും തരേണ്ട ആവശ്യമില്ല. പക്ഷെ ഇന്ന് ഈ ഒരു കളരി പ്രോഗ്രാം അല്ലെങ്കിൽ ഈ കളരിയുടെ പ്രദർശനം ഇവിടെ ഗംഭീരമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചത് ഞങ്ങളുടെ എല്ലാമായ ഗുരുക്കളുടെ വളരെ പ്രാധാന്യവും അല്ലെങ്കിൽ അതിന്റെ ഓരോ സവിശേഷതകളും എന്താണെന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നതുകൊണ്ട് കുട്ടികളിവിടെ അവതരിപ്പിച്ചതിന്റെ ആ ഒരു പ്രാധാന്യം എന്താണെന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചു. അതിന് ഞാൻ നമ്മളുടെ എല്ലാമായ ഗുരുക്കളെ ഞാൻ ഞങ്ങളുടെ വേദകളരിയുടെ നന്ദി ഇതിനിടയിൽ അറിയിക്കുകയാണ്. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർമാർ, ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഭാഷ് സ്വാമിയും അവരെല്ലാവരും ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ സായാഹ്നം വളരെയധികം ധന്യമാക്കി തന്നു. അതിന് വേദകളരിയുടെ പേരിൽ പ്രത്യേകം നന്ദി സൂചിപ്പിക്കുകയാണ്. കോണേക്കര ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേദകളരിക്ക് എന്ത് പറഞ്ഞാലും അതിന് മതിയാവാത്ത രീതിയിലുള്ള അതൊരു പ്രശംസയായി പോകും എന്നറിയില്ല. അത്രയും, അതായത് ഞങ്ങളുടെ ഓരോ വേദകളരിയുള്ള ഓരോ അംഗങ്ങളുടെയും ഹൃദയം പോലെയാണ് ഞങ്ങൾ ഈ ക്ഷേത്രാങ്കണത്തെ സൂക്ഷിക്കുന്നത്. കാരണം ഈ ക്ഷേത്രാങ്കണത്തിലാണ് നമ്മുടെ കുരുന്നുകൾ എല്ലാവരും ഈ കളരി അഭ്യസിക്കുവാനായിട്ടുള്ള ഒരു അങ്കണം കിട്ടുന്നത്. അതിന് ഏറെ പ്രാധാന്യമുള്ളത് ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളാണ്. ആ ഭാരവാഹികളോട് എല്ലാവരോടും ഓരോരുത്തരോടും ഞാൻ എടുത്തെടുത്തേക്ക് നന്ദി പറയാൻ അറിയില്ല എങ്കിലും, ആരൊക്കെയാണെന്ന് അറിയില്ലെങ്കിലും എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഞങ്ങളുടെ വേദകളരിയുടെ നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ഈ കളരി അഭ്യാസം നമ്മള് മുറകൾ കാണിക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു രസം പകരുന്നതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ ചുവടിന് ഒപ്പിച്ചുള്ള ഓരോ ശബ്ദങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നാൽ അത് കളരി ചെയ്യുന്നതായിട്ടുള്ള കുട്ടികൾക്ക് വളരെ പ്രചോദനമായിരിക്കും. അത് നമ്മുടെ വേദകളരിയിൽ തന്നെയുള്ള വിനീഷ് എന്ന് പറയുന്ന ഒരു കളരി അംഗം, അദ്ദേഹം അതിൽ വളരെ പ്രഗത്ഭനാണ്. പക്ഷെ അത് മാത്രം ചെയ്തത് കൊണ്ട് ശരിയാവുമോ? ഇല്ലല്ലോ. അപ്പൊ അതിന് ഞങ്ങൾക്കൂടെ സൗണ്ടും വെളിച്ചവും എല്ലാം നൽകിയ അവരോടും ഞങ്ങൾ അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലും ഈ കാര്യം ധന്യമാവുമോ? ഇല്ല. അത് ധന്യമാവണം എന്നുണ്ടെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഈ സജ്ജനങ്ങളുടെ ഒരു പ്രോത്സാഹനം, ആ പ്രോത്സാഹനം കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ കുരുന്നുകൾക്ക് മനസ്സിൽ ഒരു ആത്മവിശ്വാസം വളരുകയുള്ളൂ. അതിന് ഇന്നിവിടെ വന്നിരിക്കുന്ന ഓരോ ഭക്തരോടും ഓരോ സജ്ജനങ്ങളോടും വേദകളരിയുടെ അഗൈതവമായ നന്ദി ഒരിക്കൽ കൂടി ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ സംസാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം സുബ്രഹ്മണ്യായ നമഃ. ഒരു സന്തോഷ വാർത്ത കൂടി അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് കളരി അംഗങ്ങളെ സംബന്ധിച്ചുള്ള ഒരു സന്തോഷ വാർത്ത. കൊല്ലം ഓച്ചിറ ഭാഗത്തുനിന്ന് ഒരു സ്വാമി ഉൾപ്പെടെ 4 പേര് ഇവിടെ കാണാൻ വന്നിട്ടുണ്ട്. ഈ കളരി കാണാനും അതോടൊപ്പം തന്നെ കൊല്ലത്ത് ഒരു കളരി ആരംഭിക്കാനും അവർ വന്നിട്ടുള്ളതാണ്. അതിന് അവര് വേദകളരിയിൽ നിന്ന് എന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അവിടെ കളരി ആരംഭിക്കാൻ. അപ്പൊ അവരിവിടെ വന്നിട്ടുണ്ട്. അവർ ആ ഒരു ചടങ്ങ് കൂടെ നടക്കുന്നതായിരിക്കും.
ഭഗവാന്റെ തിരുസന്നിധിയിൽ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് അഭ്യാസമുറകൾ മെയ്വഴക്കത്തോടെ കാഴ്ചവെച്ച് കളരിപ്പയറ്റ് നടത്തിയ വേദകളരി സംഘത്തിനും ഗുരുനാഥനായ വിനയ ഗുരുക്കൾക്കും ഇതിൽ പങ്കെടുത്ത ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാ കളരി അഭ്യാസികൾക്കും SNDC യോഗത്തിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. തെക്കുംഭാഗം ശ്രീമുരുക കാവടി സംഘത്തിന്റെ അഭിഷേക കാവടി നാളെ രാവിലെ 8:30 പെരുമനത്താഴം ശ്രീമതി വിനയ് പ്രകാശിന്റെ വസതിയിൽ നിന്ന് പുറപ്പെടുന്നു. കാവടി എടുക്കുവാൻ താല്പര്യമുള്ള കുട്ടികൾ അതാത് യൂണിറ്റ് കൺവീനർമാരുമായി ബന്ധപ്പെടേണ്ടതാണ്. തെക്കുംഭാഗം ശ്രീമുരുക കാവടി സംഘത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള അഭിഷേക കാവടി നാളെ രാവിലെ 8:30 പെരുമനത്താഴം ശ്രീമതി വിനയ് പ്രകാശിന്റെ വസതിയിൽ നിന്ന് പുറപ്പെടുന്നു. കാവടി എടുക്കുവാൻ താല്പര്യമുള്ള കുട്ടികൾ അതാത് യൂണിറ്റ് കൺവീനർമാരുമായി ബന്ധപ്പെടേണ്ടതാണ്.